അതുപോലെ ലവ് ട്രാപ്പ് ജിഹാദ് മാത്രമല്ല വേറെയും തരത്തിലുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മെജോറിറ്റിയും പക്ഷെ ഇങ്ങനെയുള്ള രീതിയിലും വരുന്നുണ്ട്. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള വേറൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഞാൻ മതം മാറാനായിട്ട് പൊന്നാനിയിലെ കൺവേർഷൻ സെന്ററിലേക്ക് പോയിരുന്ന സമയത്ത് അവിടെയും ഇതുപോലെ ലവ് ട്രാപ്പ് ജിഹാദിലൂടെ മതം മാറാനായിട്ട് വന്ന ഒരുപാട് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടു. എന്തിനു വേണ്ടിയാണ്, എന്താണ് അതിന്റെ ആവശ്യം? ഈ കണ്ട പെൺകുട്ടികളെ മുഴുവനും സ്നേഹത്തിലൂടെ പ്രണയം നടിച്ച് മതം മാറ്റുന്നതിലൂടെ എന്ത് നേട്ടമാണ്? ഇപ്പം ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ഞങ്ങൾ ഈ വേഷമൊക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും, പേര് കൊണ്ടൊക്കെ മുസ്ലിമാണെന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യും. പക്ഷെ ഞങ്ങൾ പോലും ഒരു യഥാർത്ഥ മുസ്ലിം ആകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അതായത് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ വാ കൊണ്ടും അവൻ്റെ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാതിരിക്കുന്നവർ, അയൽവാസികളെ ബഹുമാനിക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവൂ. അപ്പം ഞങ്ങളൊക്കെ ഇപ്പം നിലവിൽ ആ യഥാർത്ഥ മുസ്ലിം ആകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നിങ്ങളെ മുസ്ലിം ആക്കുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് യഥാർത്ഥ മുസ്ലിം ആകണ്ടേ? ഇനി അവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ രണ്ടുപേരും ഇതിനെക്കുറിച്ച് വലിയ ഒരു സംഭവമായിട്ട് അവതരിപ്പിച്ചല്ലോ. ലവ് ജിഹാദിലൂടെയാണ് ആളുകളെ ഇങ്ങനെ മതം മാറ്റുന്നത്. ഈ ചിത്രം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ കണ്ടോ? ഇദ്ദേഹത്തിൻ്റെ പേര് ശിവദാസൻ എന്നാണ്. ഞാൻ ചിത്രം കാണിക്കാതെ എന്തെങ്കിലും ഉപദ്രവം അദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണ്. ഞാൻ ഇന്നലെ ആലപ്പുഴ നഗരത്തിൽ വൈകുന്നേരം 7:30 ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു കൈ എൻ്റെ തോളിങ്ങനെ വീണു. അപ്പം മുമ്പ് പരിചയമുള്ള പോലത്തെ ഒരു പെരുമാറ്റവും ഭയങ്കര സ്നേഹവും കെട്ടിപ്പിടിക്കലും ഒക്കെ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ശിവദാസൻ എന്നായിരുന്നു, പതുക്കെ ചെവിൽ വന്നു, ഇപ്പം ഞാൻ ബിലാലാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടാകുന്ന ആ സമയത്തുള്ളൊരു പ്രസരിപ്പും ഒരു പ്രസന്നതയും അതെന്നെ വല്ലാതെ ഹഠാത് ആകർഷിച്ചു. അങ്ങനെ ഹ്രസ്വമായ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതഗാഥ ഒന്ന് എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഈ കണ്ട മനുഷ്യർ മുഴുവനും ഇസ്ലാമിലേക്ക് വന്നത് ഈ പ്രണയത്തിലൂടെ മാത്രമാണോ? ഇപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ പ്രണയത്തിലൂടെ കൊണ്ടുവരാൻ കഴിയും? അദ്ദേഹം ഒരുപാട് കാലം ഒരുപാട് വായിച്ച് മനസ്സിലാക്കി ഒടുവിൽ ഇസ്ലാമിൻ്റെ ശാദ്വല തീരം, നിർഭയത്വവും സന്തോഷവും യഥാർത്ഥ കെട്ടുറപ്പും ഇസ്ലാമാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് വന്ന മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ എത്രായിരം വരുന്ന മനുഷ്യന്മാർ ഈ GK ഇടത്തനാട്ടുകര വീട്ടിലെ പൂജാമുറിയിലാണ് ആരും കാണാൻ നിസ്കരിച്ചത്. പുറത്തിറങ്ങിയാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുക. കാരണം അന്ന് പാർട്ടിയുടെ താത്വിക ആചാര്യനാണ്. അദ്ദേഹമൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ എത്രായിരം മനുഷ്യരങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു. നിലവിൽ തന്നെ 2 ബില്യണിലധികം മുസ്ലിമുകൾ ലോകത്തുണ്ടല്ലോ. 54 രാജ്യങ്ങൾ ശരിയായത്തിൽ ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വാഴുന്ന 54 രാജ്യങ്ങളുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തുടങ്ങി ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും 2 ബില്യണിലധികം മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ 2, 3, 4 അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ കുറച്ച് ആളുകൾ, ഇവിടെ തന്നെ പാകപ്പെട്ട ആളുകളില്ലേ, ഞങ്ങൾ തന്നെ യഥാർത്ഥ മുസ്ലിം ആകാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് വലിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം എന്ത് നേട്ടം, എന്തെങ്കിലും കിട്ടുമോ? ഇനി രണ്ടാമത്തത്, എൻ്റെ ഈ പ്രിയപ്പെട്ട 3 സഹോദരിമാരെ ഒരാൾ പ്രണയം നടിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ ആ പ്രണയത്തിലൂടെ കൊണ്ടുവന്ന സ്ത്രീ മുസ്ലിം ആവുമോ? ഇല്ല. ഇസ്ലാമിന് വേണ്ട യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്, ശരീരമല്ല. അതായത് മനസ്സുകൊണ്ടാണ്. വിശ്വാസം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹൃദയത്തിലുള്ള സാധനമാണ്. വിശ്വാസം നമ്മുടെ ഹൃദയത്തിലാണ് വേണ്ടത്, അല്ല പ്രവൃത്തിയിലല്ല. ഇപ്പം നിങ്ങൾ 3 പേരിൽ ഒരാളെ ഞാൻ സ്നേഹിച്ചു കൊണ്ടുവന്നു, നിങ്ങളെ കൊണ്ട് ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞു, നോമ്പെടുക്കാൻ പറഞ്ഞു. ഈ നിസ്കരിക്കുമ്പോൾ നോമ്പെടുക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ ഭഗവാനാണ്, നിങ്ങളുടെ ശ്രീകൃഷ്ണനാണ്, നിങ്ങളുടെ ശിവനാണ്, നിങ്ങളുടെ രാമനാണ്. എങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിമല്ല. നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ശരീരം മാത്രമേ ഇസ്ലാമിലേക്ക് വന്നുള്ളൂ. അങ്ങനെ ശരീരം മാത്രം വരുന്നവരെ മുസ്ലിമാണെന്ന് ഇസ്ലാമിൽ അങ്ങനെ കോൺസെപ്റ്റ് ഇല്ല. ഇസ്ലാമിൽ വിശ്വാസപ്രകാരം വരണം. ഒരു ആണാണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ കല്യാണത്തിന് വേണ്ടിയോ മറ്റോ ഒരു പെണ്ണിനെയോ ആണിനെയോ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അതിന് പ്രഹസനം, പ്രകടനപരത എന്ന് പറയുക. വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും മഹത്തരമായൊരു സൂക്തമാണ്, അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായ ഒരു ആയത്താണ്, വചനമാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിക്ക് ശേഷം അല്ലാഹു തആല പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് ബൈന റുശ്ദ് മിനൽ ഗയ്. സത്യം അസത്യമൊക്കെ വേർതിരിഞ്ഞു കഴിഞ്ഞു. ഇനി ആരെയും മതത്തിലേക്ക് നിർബന്ധിക്കേണ്ടതില്ല. ഈ ആയത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലം തന്നെ പ്രമുഖനായ ഒരു സ്വഹാബി വര്യൻ്റെ 2 മക്കൾ ക്രൈസ്തവ വിശ്വാസികളായപ്പോൾ അവരെ ആ പിതാവ് മുറിയിൽ തടച്ചു. എന്നിട്ട് ഇസ്ലാമിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ ആവലാതിയും പരാതിയുമായി വാപ്പ ചെന്നിട്ട് പറഞ്ഞു, മക്കൾ പറയുന്നു മുഹമ്മദ് നബി പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇറങ്ങിയ ആയത്താണിത്. അപ്പോൾ ഒരാളെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പാടില്ല. പ്രണയത്തിലോ അല്ലാതെ കൊണ്ടുവന്നാൽ അയാളുടെ ശരീരം മാത്രമേ വന്നിട്ടുള്ളൂ, മനസ്സ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരം പ്രഹസനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുക. നമ്മുടെ കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. മനുഷ്യർ ഒരുപാട് ചിന്തിക്കുന്ന മനുഷ്യരാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അവസാനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്നെങ്കിലും ഈ ഒരു പുസ്തകം, ഈ നമ്മുടെ അരുൺ എഴുത്തച്ഛൻ്റെ ഇന്ത്യയുടെ മതപ്പാടുകൾ എന്ന പുസ്തകമുണ്ട്. അതായത് ഇസ്ലാം എങ്ങനെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വം ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം നടക്കുന്നുണ്ടെന്നറിയോ? അതായത് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ തലയോട്ടി എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കുടിക്കുക,
മനുഷ്യൻ്റെ മാംസം കഴിക്കുക തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ അംഗീകരിക്കേണ്ടി വരും. ഞാൻ ഇന്നലെ ഒരു പാട്ട് കേൾപ്പിച്ചില്ലേ, പത്തിൽ പഠിക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ ഭാഗ്യം പാടണ്ടല്ലോ. ഇങ്ങനെ തുടങ്ങി ദൈവപ്രീതിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരാൾ ഈ പൈതൃകവും സംസ്കാരത്തിൻ്റെ പേരിൽ ഒരാശയത്തിൽ നിലകൊള്ളണമെങ്കിൽ അയാൾ എന്തെല്ലാം ദുരാചാരങ്ങൾ, എന്തെല്ലാം സംസ്കാരമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ അയാൾ അനുവർത്തിക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു മഹത്വം നൽകുന്നു, പ്രൗഢി നൽകുന്നു, ആത്മാഭിമാനം നൽകുന്നു, നിർഭയത്വം നൽകുന്നു. അന്നതിൻ്റെ പേരിൽ മാത്രമാണ് ശിവദാസൻ ബിലാലായത്. ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ. നടക്കട്ടെ.